പട്ടിയായി മാറിപ്പോ. ബാവാ, നിങ്ങൾ വലിയവനാണ് ബാവാ, വലിയവനാണ്. എവിടുന്നാണാവോ? ആരാണ് നിങ്ങൾ? തിരുവനന്തപുരത്ത് പേട്ടയെന്ന് വരുന്നു. പേട്ട? എപ്പോഴോ എന്റെ കുട്ടിക്കാലത്ത് 18th സെഞ്ചുറിയിൽ നാം പേട്ടയിൽ നിന്ന് പോന്നതാണ്. ഇപ്പൊ പേട്ട എങ്ങനെയുണ്ട്? സ്വാമിയും പേട്ടക്കാരനാണോ? അതും 1500 വർഷങ്ങൾക്ക് മുമ്പ്. സ്വാമി 2000 വർഷം ജീവിച്ചതല്ലേ? അപ്പോ ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ? കാണുക മാത്രമല്ലടാ മോനെ, ഡൈനോസറിന്റെ മുട്ട കൊണ്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കി തിന്നുമായിരുന്നു. അപ്പോഴാണ് ടിപ്പു സുൽത്താൻ വന്നിട്ട് എനിക്ക് കൊടുത്താന്ന് പറഞ്ഞത്. ഗെറ്റ് ഔട്ട് പറഞ്ഞു ഞാൻ. ടിപ്പു? അന്ന് ടിപ്പു ഉണ്ടായിരുന്നോ? അയാൾ മരിച്ചിട്ട് 300 വർഷമല്ലേ ആയിട്ടുള്ളൂ. എടോ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ബാബയെ ദേഷ്യം പിടിപ്പിക്കരുത്. ബാബ വീണ്ടും തിരിച്ച് ധ്യാന മണ്ഡപത്തിലേക്ക് പോയാൽ നിങ്ങൾ 500 വർഷവും 2000 വർഷവും ഒക്കെ എങ്ങനെ ജീവിക്കുന്നത്? അയ്യോ വേണ്ട സ്വാമി, ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞേക്കാം. സ്വാമി, ഞങ്ങൾക്കും അങ്ങേ പോലെ 2000 കൊല്ലം ജീവിക്കണം. ജീവിച്ചോളൂ. നിങ്ങൾക്ക് മാത്രമാണോ? ടോട്ടൽ ഫാമിലി, ഓരോരുത്തർക്കും. ഓ, ടോട്ടൽ ഫാമിലി പാക്കേജ് വേണം. അപ്പൊ ശരിയാക്കി തരാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒട്ടും സമയം കളയാതെ 3 പേരും പോയി ആ ധ്യാനപീഠത്തിലിരിക്കൂ. വേഗമാകട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കണമോ അത്രയും പ്രാവശ്യം ചൊല്ലണം. നിങ്ങൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പലതും നഷ്ടപ്പെടുന്നതായി തോന്നിയേക്കാം. എന്ത് പ്രശ്നമുണ്ടായാലും കണ്ണു തുറക്കരുത്. തുറന്നാൽ എന്ത് സംഭവിക്കും സ്വാമി? ഒരുത്തനിവിടെ ഹച്ച് ഡോഗായത് കണ്ടില്ലേ? നിങ്ങൾ ചാവാലിപ്പട്ടികളാകും. ഇല്ല സ്വാമി, ഞങ്ങൾ തുറക്കില്ല. കണ്ണു തുറക്കല്ലേടി മോനെ, കേട്ടോടാ. കണ്ണടച്ചോളൂ. അടച്ചു സ്വാമി. പോയാൽ പോയി, പോയാ പോയി, പോയാ പോയി, ചേട്ടാ, എന്റെ സ്വർണ്ണമൊക്കെ ആരോ എടുക്കുന്നത് പോലെ തോന്നുന്നു. തോന്നിയല്ലേ? അതല്ലേ ബാബ ആദ്യമേ നമ്മളോട് പറഞ്ഞത്. പോയാ പോയി. എന്റെ ചെയിനും എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ബാബ അതല്ലേടാ മോനെ പറഞ്ഞത്. ഞാൻ 1000 പൂർത്തിയാക്കി കണ്ണു തുറന്നോട്ടെ. ഫിനിഷ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല, തുറന്നോ. കണ്ണൊന്ന് തുറന്നേ. 1000 പൂർത്തിയാക്കിയില്ലടി. പോയാ പോയി. കണ്ണു തുറന്ന് നോക്കി. എന്തോന്നാടി? അത് വായിക്ക്. മനുഷ്യൻ 100 വർഷം ജീവിക്കുന്നത് എന്നെ ബുദ്ധിമുട്ടിയ, പിന്നെ നീയൊക്കെ എന്തിനാടാ 1000 വർഷം ജീവിക്കുന്നത്? വിഡ്ഢി. അങ്ങനെ വിളിക്കുന്നത്? എന്റെ എല്ലാം പോയി, ഇനി ഈ ചാരം മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാം പോയി. പോസ്റ്റ് ഇവിടെ ഒരു ഒപ്പിടണം. അളകനന്ദാ, ബദ്രിനാഥിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. എന്താ ഇത്? അത് നാരായണ പർവ്വതത്തിലെ മണ്ണാണ്. മണ്ണോ? അയ്യോ അയ്യോ, വേണ്ട, ചവിട്ടരുത്. ഇതിൽ ഓരോ തരിയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട്. മണ്ണിലെ മഹാവിഷ്ണു? ഇവൾക്ക് മെന്റലായെന്നാ തോന്നുന്നത്. അത് കൂടാതെ നോക്കിയോ. എന്താ മോളെ ഇത്? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബദ്രി വരുന്നതിന് പകരം മണ്ണാണോ അയക്കുന്നത്? ബദ്രി ജീവനോടുണ്ടെന്ന് ഇപ്പൊ എവിടെ ആരും അറിയരുത്. പമ്പരമായി ഞാൻ വെമ്പലുണർന്നു എൻ കരളിൽ. അമ്പിളി മിന്നുമൊരമ്പരമോ ഞാൻ നിന്നെ മയക്കിയ ചെമ്പകമോ. ചെമ്പകമേ എൻ അമ്പല നടതൻ മുൻപിൽ വിരിഞ്ഞൊരു പൂനീ. നെഞ്ചിരി തേഞ്ചിരി പാൽച്ചിരി പുഞ്ചിരി കണ്ടു കണ്ടു വണ്ടു വരും തേമൂളി പാടി പാഞ്ഞു വരുന്നേ.
നീ പറയും വാക്കുകളെല്ലാം ഞാൻ കേട്ടത് പാട്ടുകളായി. നീ നോക്കും നോട്ടമതെല്ലാം ഞാൻ കണ്ടത് താരകളായി. നിന്നുള്ളിലെ സ്വപ്നമതെല്ലാം അഴകേ എൻ ചിന്തകളായി. നിൻ ചെറുമണി വിരലുകൾ എന്നിൽ അലയുന്നു ആശകളായി. സുന്ദരി നീ ഒരു ചെങ്കനലായി എൻ നെഞ്ചിലിരുന്നു തിളങ്ങി. സുന്ദരനെന്നൊരു കങ്കണമായി എൻ കാലിലിരുന്നു ചിണുങ്ങി. ഇണങ്ങി ചിണുങ്ങി കുണുങ്ങി മയങ്ങി കണ്ടോ കണ്ടോ വണ്ടോ നന്ദി മൂളിപ്പാടി പാഞ്ഞു വരുന്നേ. സസരേ രേ ഗഗ പാടി സസരേ രേ ഗഗ പാടി. നിൻകണിമയിൽ വീണലിയുന്നൊരു വെണ്ണിലാവിനെന്തൊരു ലഹരി. നീ മുന്നിൽ വന്നണയുമ്പോൾ പുലരുന്നു പുതിയൊരു പുലരി. എൻ മനസ്സിൻ വാതിൽ തുറന്നു വന്നിവളൊരു ചാലക്കാരി. ഇന്നും നിൻ കനവ് കവർന്നു ഞാനിന്നൊരു വേട്ടക്കാരി. മുത്തുപതിച്ചൊരു മോതിരമായി നീ എന്നെ മുത്തിയിരുന്നേ. മത്തുപിടിച്ചവൻ എന്നോട് മുന്നിൽ പത്തി മടക്കി വരുന്നേ. നെഞ്ചിരി തേഞ്ചിരി പാച്ചിരി പുഞ്ചിരി കണ്ടു കണ്ടു വണ്ടു വരുന്നേ. മൂളിപ്പാടി പാഞ്ഞു വരുന്നേ. സസരേ രേ ഗഗ പാടി സസരേ രേ ഗഗ പാടി. അമ്പു തൊടുത്തിവൾ പമ്പരമായി ഞാൻ വെമ്പലുണർന്നു എൻ കരളിൽ. അമ്പിളി വിണ്ണുമൊരമ്പരമോ ഞാൻ നിന്നെ മയക്കിയ ചെമ്പകമോ. ചെമ്പകമേ എൻ അമ്പല നടതൻ മുൻപിൽ വിരിഞ്ഞൊരു പൂനീ. പൂവിനു കണ്ടൊരു നിൻ കണ്ണുകളിൽ എന്തിനു വേണ്ടി ചിന്നി. നെഞ്ചിരി തേഞ്ചിരി പാച്ചിരി പുഞ്ചിരി കണ്ടു കണ്ടു വണ്ടു വരുന്നേ. മൂളിപ്പാടി പാഞ്ഞു വരുന്നേ. സസരേ രേ ഗഗ പാടി സസരേ രേ ഗഗ പാടി. ടോട്ടൽ 10 lakhs. ഐ വിൽ ഷെയർ. Yeah. 3.5, 3.5, 3.5. ഒരു ഹാഫ് കൂടുതൽ വന്നു. 2.5, 2.5, 4.5, ഒരു ഹാഫ് കുറഞ്ഞു പോയി. 5.5. പിള്ളേരെടാ, ഇതൊന്നും വൈൻ ഷാപ്പാ. ഫുള്ള് ഹാഫ് ക്വാർട്ടറിനൊക്കെ. ദാ ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്. ഓ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ അവര് വന്നിട്ടുണ്ടാവൂലോ. യെസ്, ഇവനെ കൊണ്ട് ജീവിക്കാൻ വയ്യണ്ടായി. എന്താടാ ഇത്? കാശിയിലാണെങ്കിൽ വേറൊരുത്തം വന്നു, ഇവിടെ ഇപ്പൊ ദേ നീ വന്നിരിക്കുന്നു. ഇങ്ങനാണെങ്കിൽ ഞങ്ങളെ പോലുള്ള ക്രിമിനൽസ് ഒക്കെ എങ്ങനെ ജീവിക്കുന്നു ആലോചിച്ചിട്ടുണ്ടാടേ. ഒരു മനുഷ്യനെ പറ്റിക്ക് എത്ര കഷ്ടപ്പെടണമെന്നറിയോ? എന്നിട്ട് വീതം വെക്കുമ്പോ കയറി വന്നു. Nice saying. താങ്ക് യു. കൂടുതൽ അഭ്യാസം എടുക്കാതെ അങ്ങ് കൊടുത്തേക്ക്. ഈ കൈ കൊണ്ട് എടുക്കുന്നതല്ലാതെ കൊടുക്കുന്ന ശീലം എനിക്കില്ല. അവരോട് എടുത്തോളം പറ. എന്റെ ദൈവമേ രക്ഷപ്പെട്ടു. എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. എന്റെ ഒട്ടിയാണോ ഇങ്ങ് താടാ. എടുത്തോ എല്ലാം എടുത്തോ എടുത്തോ എടുത്തോ. അച്ഛാ, അവന്റെ കയ്യിലെ മോതിരം കൂടെ നമുക്ക് എടുക്കാം. അത് അവന്റെ അല്ലേടാ. ഒച്ച മിണ്ടാതിരിക്കും, ഞാൻ ഏറ്റു. ചേട്ടാ, ആ മോതിരം ഞങ്ങളുടേതാ. ഇറ്റ്സ് മൈൻ. കനകപുഷിരാഗം ഇട്ടാൽ നല്ലതാണെന്ന് ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞിരുന്നു. അതിന് വാങ്ങിച്ചിട്ടതാ. അല്ലേട്ടാ, എന്റെ അച്ഛൻ ഫസ്റ്റ് നൈറ്റിൽ ബെഡ്റൂമിൽ പോകാൻ മടിച്ചു നിന്നപ്പോ എന്റെ മുത്തശ്ശൻ കൊടുത്തതാ. അല്ലേ എടാ അച്ഛാ? ചെറുക്കാ, എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത്? ഗോഡ് പ്രോമിസ് ഇറ്റ്സ് മൈൻ. നിങ്ങൾ കൊടുത്ത റിങ് മാത്രമേ പോവൂ. ഞാൻ കൊടുത്ത റിങ്ങും ഫിംഗറും രണ്ടും പോവും. അത് വേണ്ട, ഫിംഗർ വേണം. റിങ് പോട്ടെ, കൊണ്ടുപോടാ കുട്ടി പിശാചേ. എടുത്തോ മോനെ. Nice decision. കള്ളസ്വാമി. പോയില്ലടാ. നീ വല്ലതും വേണോ? അനിയ, നീ വന്ന കാര്യമൊക്കെ പൂർത്തിയായില്ലേ? കാശിന്ന് അവൻ പറഞ്ഞു വിട്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് നീ ഓടിച്ച പിന്നെ ഞങ്ങൾ ക്രിമിനൽസ് എവിടെ പോയി ജീവിക്കും? മര്യാദയ്ക്ക് ജീവിക്കാനാണെങ്കിൽ എവിടെയും പറ്റും. അല്ലാതെ ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ ഒരിടത്ത് ഒക്കില്ല. ഗാന്ധിജിയുടെ മോന മോറൽ എഴുതിയെടുക്കടാ. All gold, gold. I know that. Everybody know. നിന്റെ വാശിയുടെ പേരിൽ മാത്രം നടക്കുന്ന ഈ കല്യാണത്തിന് ആദ്യ ക്ഷണക്കത്തിൽ ആരുടെ പേരാണ് എഴുതേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിലെ രാജഗുരുവായ രാമാനന്ദ സ്വാമിയുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്.
സർക്കാർ എന്തൊക്കെയുണ്ട്? എന്റെ മകന്റെ വിവാഹമാണ് ഗുരുജി. ഈ കല്യാണത്തിന് ഞാൻ വരില്ല. അതെന്താ ഗുരുജി? അങ്ങില്ലാതെ എങ്ങനെ? നടക്കാത്ത കല്യാണത്തിന് ഞാൻ വന്നിട്ട് എന്ത് കാര്യം? സാർ അളകുന്നത് എസ്കേപ്പ് ചെയ്തു സാർ. എങ്ങോട്ടാണ് പോകുന്ന? ഡാഡി എന്നെ അടിച്ചെന്തിനാ ഡാഡി? ആ ബദ്രിയെ കൊന്നതിന് ശേഷം മാത്രമേ ഇവളെ കൊണ്ടുവരാവുന്ന ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. കൊന്നിട്ട് എന്നെ കൊണ്ടുവന്നത്? അവൻ ചത്തെന്ന് നീ എങ്ങനെ കൺഫേം ചെയ്തത്? ശ്വാസം നോക്കിയാ കൺഫേം ചെയ്ത സർക്കാർ. അവൻ ചത്തു. ഇല്ല, അവൻ ജീവനോടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവൾ ഓടിപ്പോയത്. ഹാറ്റ്സ് ഓഫ് സർക്കാർ. ഇപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയാ ഈ സ്റ്റേറ്റ് ഭരിക്കുന്നതെന്ന്. ഇവരെ അപ്പച്ചിന്ന് വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങളെ അമ്മാവാന്ന് വിളിക്കാൻ തോന്നുന്നു. എന്നെ കൊണ്ട് അപ്പച്ചിന്ന് വിളിപ്പിക്കാമെന്ന് ഇവർക്ക് നിങ്ങൾ വാക്ക് കൊടുത്തല്ലോ. അതുപോലെ ബദ്രിയും എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അവൻ വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന്. എന്നെ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞെന്നിരിക്കും, പക്ഷെ അവനെ തടയാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. എനിക്ക് തടയാൻ കഴിയും. ഇതുവരെ എന്റെ അക്കൗണ്ടിൽ 99 കൊലപാതകങ്ങളേ ഉള്ളൂ. ഇവൻ 100ാമത്തേതാണ്. അവനെ കൊന്ന് സെഞ്ചുറി തികച്ചേക്കാം. സർക്കാർ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ടെൻഷൻ ആകണ്ട, ഞാൻ പറയാം. പ്രേമം അല്ല, ബദ്രി. എന്റെ ബദ്രിനാഥ്. അവന്റെ മനോധൈര്യത്തെയും ശക്തിയെയും എതിർത്ത് തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. എന്താണ് ഇനി പറഞ്ഞത്? ശരിക്കും ദൈവത്തിൽ പോലും വിശ്വാസമില്ലാതിരുന്ന അവൾക്ക് ബദ്രിനാഥിൽ വിശ്വാസം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? നീ ആ വിശ്വാസം ഉണ്ടാക്കിയതിന്റെ പേരില്ല നീ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ഇവിടെ കാത്തിരിക്കുന്നത്. അത്രയ്ക്ക് വിഷമിച്ച് കാത്തിരിക്കുന്ന അവൾക്ക് മണ്ണോ മലയോ ഒന്നും അല്ല കൊടുത്തയക്കേണ്ടത്. അല്ലാഹു ആണെങ്കിലും ആദിശങ്കരനാണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും ദൈവം എപ്പോഴും മനുഷ്യന്റെ രൂപത്തിലെ സഹായിക്കാൻ വരികയുള്ളൂ. നീ അവളെ രക്ഷിച്ചില്ലെങ്കിൽ ബദ്രിനാഥിലുള്ള അവളുടെ വിശ്വാസം പോകും. അതോടെ അളകനന്ദയുടെ ജീവനും പോകും.